ഏറ്റവും വേദനയോടെ വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചെയ്യണോ, ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ എക്സ്പോസ് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു. പക്ഷേ മാർപ്പാപ്പയെ മാർക്കാക്ക എന്ന് വിളിക്കുന്നവർ ഒരു കാരണവശാലും ക്ഷമ അർഹിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് വലിയ വേദനയും നഷ്ടമുണ്ടായ സംഭവങ്ങളിലൊന്ന്, ഞാൻ മാർപ്പാപ്പയെ കാണാനായിട്ട് വത്തിക്കാനിൽ പോയി. വത്തിക്കാനിൽ അവിടെ നമ്മുടേതായ കുറെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ അവിടുത്തെ പള്ളിയിലച്ചന്മാരെയും ഒക്കെ ബന്ധപ്പെട്ട് അവിടെ പോയി മാർപ്പാപ്പയെ കാണണമെന്ന് വലിയ ആഗ്രഹത്തോടെ 2-3 ദിവസം അവിടെ താമസിക്കുകയും മറ്റും ഉണ്ടായി. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യവും മറ്റും അനുവദിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. എന്താ പറയുക, എന്താ പറയുക, എനിക്ക് ഇന്നും വലിയൊരു നഷ്ടമാണ്. ഞാൻ ജെറുസലേമിൽ പോയപ്പോൾ യേശു ക്രിസ്തുവിനെ അദ്ദേഹത്തിന്റെ റിസറക്ഷൻ നടത്തിയ സ്ഥലം അല്ലെങ്കിൽ നടന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ഏറ്റവും വലിയൊരു അനുഭവമാണ് ഉണ്ടായത്. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ പാലസ്റ്റീനിൽ പോയതിന്റെ ഭാഗമായിട്ട് അത് ജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്. വല്ലാത്തൊരു ഓവർവെൽമിങ് ഫീലിങ്ങും നമുക്ക് വല്ലാത്ത രീതിയിൽ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് പറയാൻ ബുദ്ധിമുട്ടാണ്. അതായത് യേശു ക്രിസ്തു നടന്ന ചരിത്രപാതകളിലൂടെ ഒക്കെ പോകുന്നു എന്നൊരു സ്ഥലം. അപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയല്ല, പക്ഷേ ലോക ചരിത്രത്തെ ക്രിസ്തുവും സഭകളും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. ആ മാർപ്പാപ്പയാണ് ചില ആൾക്കാർ മാർ കാക്ക എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത്. താര ടോജോ അലക്സ് അത് വളരെ നന്നായി എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട താര ടോജോ അലക്സിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേപോലത്തുള്ള ഒരു എക്സ്പോസ് ചെയ്യപ്പെടണം. ഞാൻ ആദ്യം വിചാരിച്ചു അങ്ങനെ പറയുന്ന വൃത്തികെട്ടവന്മാര് അല്ലെങ്കിൽ ആ വൃത്തികെട്ട ആർഗ്യുമെന്റ് പറയുക പോലും വേണ്ട. പിന്നീട് വിചാരിച്ചു അങ്ങനെയല്ല, അവരാരാന്ന് നമ്മൾ എന്താ പറയുക, അതിന്റെ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. പക്ഷേ ഇത്തരത്തിലുള്ള മനസ്സിൽ വിദ്വേഷവും വെറുപ്പും വെക്കുന്ന ആൾക്കാർ, അവർ ഗാന്ധിജിയെ കൊല്ലുന്നവരാണ്, അവർ ഈ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുന്നവരാണ്, അതിനെ ഇല്ലാതാക്കണം. ഞാൻ ക്രിസ്ത്യാനികളിലെ ഗോഡ്സേവാദികൾ എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പം ചില ആൾക്കാർ എന്നോട് പറയും ഞാൻ RSSനോട് സോഫ്റ്റ് ആയതുകൊണ്ടാണ് അവരെ സംഘികളെന്നോ ഒരിക്കലും വിളിക്കാത്തത്. ഞാൻ പൊതുവെ സംഘിയെന്നോ ക്രിസംഘിയെന്നോ സുഡാപ്പിയെന്നോ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കാറില്ല. ചിലപ്പം വളരെ വിരളമായിട്ടെല്ലാം ഉപയോഗിക്കുന്നുണ്ടാവും. സംഘ് എന്ന് വിളിക്കാറുണ്ട്. RSSനെ എനിക്ക് വിയോജിപ്പോടുകൂടി ബഹുമാനമാണ്. അല്ലെങ്കിൽ എന്താ പറയണേ, തീവ്ര ഹിന്ദുത്വവാദികളെ ഗോഡ്സേവാദികൾ എന്നാണ് വിളിക്കാറുള്ളത്. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ആ രീതിയിലുള്ള തീവ്ര നിലപാടെടുക്കുന്നവർ അവർ തികച്ചും തെറ്റാണ്. ഇസ്ലാമോഫോബിയ മനസ്സിൽ വെച്ചിട്ട് ചെയ്യുന്നവരാണ്. ഇതിലൊരു ജസ്റ്റിൻ എഴുതിയിരിക്കുന്നു കുറിച്ചാണ്, മരിച്ച കുറിച്ചാണ്. അതായത് ലോകത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ, വിശിഷ്യ കത്തോലിക്ക സമൂഹത്തിന്റെ 140 കോടി കത്തോലിക്ക സമൂഹത്തിന്റെ ആരാധ്യനായ, ലോകത്തിലെ എല്ലാ ഭാഗത്തും നന്മ വിടർത്തിയ ക്രിസ്ത്യാനികളുടെ മാത്രമല്ല, കത്തോലിക്കരുടെ മാത്രമല്ല, ലോക ജനതയുടെ സ്നേഹഭാജനമായി മാറിയ കുറിച്ചാണ്. അതും അദ്ദേഹം മരിച്ചപ്പോൾ. ജിഹാദികളുടെ തീരാ നഷ്ടം, മാർ കാക്ക യാത്രയായി. അടുത്ത വാക്കൊന്നും എനിക്ക് വായിക്കാൻ പോലും പറ്റുന്നത്, അത്ര മോശമാണ്. 1-2 വളരെ കാര്യം, മാർപ്പാപ്പ എന്ന് പറയുന്ന ആളുടെ അദ്ദേഹത്തിന്റെ പോപ്പ് ഫ്രാൻസിസിന്റെ പേരെടുത്തതിന് ശേഷം ആ ദിവസം പറഞ്ഞുകൂടാത്ത വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് സ്വന്തം സമുദായത്തെ നശിപ്പിക്കാത്ത നിലപാടുള്ള ഒരു മാർപ്പാപ്പ വരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് 1-2 വളരെ മോശം വേർഡുണ്ട്. മാർ കാക്ക എന്ന് എഴുതിയിരിക്കുന്നു. പിന്നീട് ഒരു പിയേഴ്സൺ അത് എഴുതിയിരിക്കുന്നു, വെളുത്ത ആളുകൾ മരിക്കുമ്പോൾ മാത്രം ദുഃഖം ഉണ്ടാകുന്ന ആത്മീയനാണ് ഇദ്ദേഹം എന്ന്. ചുമ്മാ കള്ളം പറയുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും നമ്മുടെ റോഹിംഗ്യക്കാരെ വെളുത്ത ആൾക്കാരായിട്ടാണോ? റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം ഓടി വന്നത് മാർപ്പാപ്പ റോഹിംഗ്യരെല്ലാം വെളുത്ത വംശക്കാരായിട്ടാണോ? ഒന്നുമില്ല, ചുമ്മാ പറയുന്നതാണ് വെറുതെ. വൃത്തികേടല്ലാത്ത രീതിയിൽ പറയാം. അല്ലെ 2-3 മോശം വാക്കുകൾ. അങ്ങനെ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി കുരച്ച ഇയാൾക്ക് കുറെ കാര്യങ്ങൾ പാണക്കാട് തങ്ങളെ അടക്കം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എത്ര മോശമാണ്. അടുത്തത് ജുവാൻ എന്ന് പറഞ്ഞൊരാൾ, ക്രിസ്ത്യാനിയുടെ കണ്ണീർ കാണാത്ത ക്രിസ്ത്യൻ നേതാവ് മരിച്ചു, ഇനിയും വരുന്നതെങ്കിലും യഥാർത്ഥ ഇടയനായാൽ മതിയായിരുന്നു. ഈ അടുത്തത് ഒരു അമ്പാടി പറയുന്നു, അത് ഈ തീവ്ര ക്രിസ്ത്യൻവാദികളോട് ചേരുന്ന തീവ്ര ഹിന്ദുത്വവാദികളാണ്. കേരളത്തിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതലിരുന്നത് അൽ കേരള മതേതരക്കാരായിരിക്കും. അങ്ങനെയല്ല, ലോകം മുഴുവൻ കരയുകയാണ്. ലോകം മുഴുവൻ ആ നഷ്ടത്തിൽ പങ്കുചേരുകയാണ്. നമ്മുടെ നാട്ടിലെ മാതാ അമൃതാനന്ദമയി ദേവിയും ശ്രീ രവിശങ്കർജിയും അടക്കം ലോകത്തിലെ എല്ലാ ജനതയും മാർപ്പാപ്പയെ കാണാൻ, അദ്ദേഹത്തിന്റെ ദിവ്യ സാന്നിധ്യം, സ്നേഹ സമീപനം, എന്താ പറയണേ, നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം വളരെ ആനന്ദത്തിലാണ് അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിന്റെ ആ ആനന്ദം, അദ്ദേഹം പകർന്നു തന്ന സ്നേഹം മനസ്സിലുള്ളതുകൊണ്ടും ആ ആനന്ദവും അനുഭൂതിയും മനസ്സിലുള്ളതുകൊണ്ട് അവർക്കെല്ലാം ഇന്ന് ഒരു ആത്മീയ നഷ്ടമാണ്. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ വിഷമമാണ്. പിന്നീട് ഒരു അജോ എഴുതിയിരിക്കുന്നു, മാർ കാക്ക ചത്തു, യൂറോപ്പ് രക്ഷപ്പെടും എന്നും. എത്ര
വേറെ തന്നെ വേറൊരാളിരിക്കുന്നു, അദ്ദേഹത്തിന്റെ പാലസ്തീനിയൻ സ്നേഹം കുറച്ച് ഓവറായിരുന്നു. ഹമാസ് കുറെ ചീത്ത വാക്കുകൾ എഴുതിയിട്ട് ഹമാസിന്റെ ഡാഷ് 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 വീറുട്ട നേതാവായിരുന്ന പാപ്പയ്ക്ക് ആദർ അഞ്ജലികൾ. നൈജീരിയയിലും സിറിയയിലും അർമേനിയയിലും മുസ്ലിം തീവ്രവാദികൾ കൊന്നൊടുക്കുന്ന ക്രിസ്ത്യാനികളെ കാണിക്കാത്ത മറുപാപ്പ ഗാസയിലെ തീവ്രവാദികളുടെ വിഷമം കാണും. മുസ്ലിം തീവ്രവാദികൾക്ക് തീരാ നഷ്ടം. ഇത് മനസ്സിന്റെ ക്യാൻസറാണ്, ആത്മാവിന് ബാധിച്ച ക്യാൻസറാണ്. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഹിന്ദു സമൂഹത്തിൽ ഇതേപോലെ ഗോഡ്സേവാദികൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് മഹാത്മാഗാന്ധി അല്ലെങ്കിൽ നമുക്ക് മഹാത്മാഗാന്ധിയെ നഷ്ടപ്പെട്ടത്. ഒരു ഹിന്ദു സന്യാസിയായിരുന്ന ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധി എന്ന ലോകം കണ്ട യേശുക്രിസ്തുവിന് ശേഷം ലോക ചരിത്രത്തിനെ ഏറ്റവും സമാധാനത്തിന്റെ പാതയിൽ നയിച്ച മഹാത്മാഗാന്ധി മരിച്ചത് ഇതേപോലെ, അല്ലെങ്കിൽ കൊന്നത് ഇതേപോലെ ഒരു ഗോഡ്സേവാദിയാണ്. ഈ തീവ്ര വലതുപക്ഷം, ഫാർ റൈറ്റ്, ഞാൻ റൈറ്റ് ലീനിങ് ആണ്, പക്ഷെ ഈ തീവ്ര വലതുപക്ഷം എല്ലാത്തിനെയും നശിപ്പിക്കും. സംസ്കാരത്തെ, നാഗരികതയെ, ഡീസൻസിയെ, മര്യാദയെ നശിപ്പിക്കും. അത് തിരിച്ചറിയാൻ കഴിയണം. മാർപ്പാപ്പയോട് നീതി കാണിക്കാത്ത, മാർപ്പാപ്പയുടെ മരണത്തിൽ പോലും ആ രീതിയിൽ വിഷം വിളമ്പുന്ന ഇവർക്ക് എന്ത് ക്രിസ്ത്യൻ സ്നേഹമാണുള്ളത്? ഒന്നുമില്ല. അപരമത വിദ്വേഷം, ഇസ്ലാമോഫോബിയ മൂത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തം രാഷ്ട്രീയവും അധികാരവും കെട്ടിപ്പടുക്കണം എന്നുള്ള ആൾക്കാരാണ് നമ്മളെ ക്രിസ്ത്യൻ സഹോദരന്മാർ. അത് ശ്രദ്ധിക്കണം. ഞങ്ങളുടെ സമൂഹത്തിൽ, ഹിന്ദു സമൂഹത്തിൽ ഇതേപോലെ ക്യാൻസറുകളുണ്ട്. നിങ്ങളുടെ സമൂഹത്തിൽ ഈ ക്യാൻസർ വരാതെ നോക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. ജയ് ഹിന്ദ്.